നമസ്തേ. ഹിന്ദുമതത്തിൻ്റെ ശത്രുക്കൾ ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അനുയായികളെ തമ്മിലടിപ്പിക്കാനും അതിനുള്ളിൽ ഛിദ്രം വളർത്താനും നിരന്തരം ശ്രമിച്ചു പോരുന്നുണ്ട്. അത് ചരിത്രപരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ആര്യ ദ്രാവിഡ വിഭജനമാണ്. ഹിന്ദു മത തത്വങ്ങൾ, വേദങ്ങളൊന്നും ഇവിടെയുള്ളവർ എഴുതിയതല്ല. ആര്യന്മാരെന്ന പേരുള്ള പരത്തരായിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് എഴുതിയതാണ്. ഇവിടുത്തെ ആളുകൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആ വരത്തന്മാരുടെ പിന്മുറക്കാരാണ് പിന്നീട് ബ്രാഹ്മണർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവരാണ് ഈ തദ്ദേശ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ ഒരു വർണ്ണ വിഭജനം ഉണ്ടാക്കിയത് എന്നും മറ്റുമാണ് അവരുടെ ആരോപണം. എന്താണ് ഇങ്ങനെ ഒരു ആര്യ വംശജർ ഇന്ത്യയിലേക്ക് എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ട്? ആര്യ അധിനിവേശം അല്ലെങ്കിൽ ആര്യ അധിനിവേശം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ആര്യന്മാരുടെ കുടിയേറ്റം എന്നായി. ആര്യന്മാരുടെ അല്ലെങ്കിൽ കുടിയേറ്റത്തെ ഇപ്പോൾ പണ്ഡിതന്മാർ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. എന്തായാലും രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആര്യന്മാർ കുടിയേറി, അവരുടെ സൃഷ്ടികളാണ് വേദങ്ങളും മറ്റ് ആത്മീയ കൃതികളും എന്ന വാദം ഇവിടെ ആദ്യമായി ഉന്നയിച്ചത് പാശ്ചാത്യർ ഇവിടേക്ക് വന്നു. ഒരു 19ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ ഒരു ആര്യ അധിനിവേശം അല്ലെങ്കിൽ ആര്യ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ കാര്യം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. അപ്പോഴേക്കും ഇവിടെ പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ വന്ന് ഭരണം സ്ഥാപിച്ചു. അവർ ഇവിടുത്തെ വിജ്ഞാന ഭണ്ഡാകാരം കണ്ട് അമ്പരന്നിട്ട് ഇത് ഇവിടെയുള്ളവരൊന്നും ആയിരിക്കില്ല, ഇത് എഴുതിയത് വേറെ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നിട്ടായിരിക്കും എന്ന് ചിന്തിക്കുകയും, അതായത് ഭാരതീയരോട് പൊതുവെയുള്ള പുച്ഛത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അങ്ങനെ ചിന്തിക്കുകയും അതിനൊരു തിയറി ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്തത്. അതിനെ ഇവിടെ പിന്തുണച്ചത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ എന്നറിയപ്പെട്ട ആൾക്കാരാണ്. പിന്നീടാണ് അതിന് വേണ്ടത്ര പ്രചാരം കിട്ടുന്നത്. അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുകൾ, അതായത് 20ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരിലൂടെയാണ് അതിന് പ്രചാരം കിട്ടുന്നത്. എന്താണ് ഈ ആര്യ വംശജർ ഇങ്ങനെ വന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഞാൻ ഈ പറഞ്ഞത് തന്നെ, അതായത് കുറേ ആൾക്കാരുടെ കുബുദ്ധി അല്ലെങ്കിൽ ഇന്ത്യക്കാരോടുള്ള അവജ്ഞ, ഇന്ത്യക്കാരെ കുറിച്ചുള്ള മതിപ്പില്ലായ്മ, അതിൽ നിന്നുണ്ടായതാണ് ഈ ആര്യവംശ കുടിയേറ്റത്തെക്കുറിച്ചുള്ള കഥകൾ. അതിന് യാതൊരു തെളിവുമില്ല. ഒന്നുകിൽ അവർ വന്നിട്ടാണ് ഇവിടെ വേദങ്ങളും മറ്റും എഴുതിയിട്ടുള്ളതെന്ന് തെളിയിക്കണമെങ്കിൽ അവർ നേരത്തെ നിന്നിന സ്ഥലത്ത് ഇതുപോലെ സമ്പന്നമായിട്ടുള്ള ഒരു ബൗദ്ധിക പശ്ചാത്തലം അവർക്കുണ്ടായിരിക്കണം, തത്വചിന്ത പശ്ചാത്തലം ഉണ്ടായിരിക്കണം. തത്വചിന്ത കൊണ്ട് അവർ സമ്പന്നരായിരുന്നിരിക്കണം. അങ്ങനെയുള്ളവർ അങ്ങനെ നാടോടി പോകുന്നവരല്ല. അങ്ങനെയുള്ളവർ എന്തിനിങ്ങോട്ട് വന്നു അത് തെളിയിക്കണം. അങ്ങനെ പശ്ചാത്തലം ഉള്ളവരായിരുന്നെങ്കിൽ അവർ വരത്തില്ലായിരുന്നു. അത് പോട്ടെ, അങ്ങനെയുള്ളവർ വന്നെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രദേശം ഈ ഭൂഗോളത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യ ആര്യൻ അധിനിവേശം അല്ലെങ്കിൽ കുടിയേറ്റം നടക്കുന്നത് BC 1500-നും 1000-നും ഒക്കെ ഇടയ്ക്കാണെന്നാണ് അതിൻ്റെ ആ വാദം പ്രചരിപ്പിക്കുന്നവർ പറയുന്നത്. ആ പീരീഡിൽ തന്നെയാണ് വേദങ്ങൾ എഴുതപ്പെടുന്നതും ഇന്ന് കാണുന്ന ഋഗ്വേദമൊക്കെ എഴുതപ്പെടുന്നത് ഈ 1500 1000 കാലഘട്ടത്തിലാണ്. അപ്പം അവരിലെ മുട്ടയിടാനിരുന്ന കോഴിയെ പോലെ മുട്ടി ഓടി വന്ന് ഇന്ത്യയിൽ വന്ന് മുട്ടയിട്ടതാണോ? അവർക്ക് ശരിക്കും അവരുടെ നേരത്തെ നിന്നിന സ്ഥലത്ത് ഇങ്ങനെ ഒരു ആധ്യാത്മിക ഉണർവും അതുപോലെ തന്നെ ബൗദ്ധിക സമ്പത്തും
അതുപോലെ തത്വചിന്ത, ഔന്നത്യവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജനത അന്ന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഇവിടെ എങ്ങും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് യാതൊരു തെളിവുമില്ല. ആ കൂടി നമുക്കറിയാവുന്ന ഒരു തെളിവെന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തായാലും മറ്റെവിടെയായാലും ഈ തത്വചിന്ത ആരംഭിക്കുന്നത് BC 6-ാം നൂറ്റാണ്ടിലാണ്. അത് ഗ്രീസിലാണ്. ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് ആദ്യമായിട്ട് പാശ്ചാത്യ ലോകത്ത് തത്വചിന്ത അവതരിപ്പിക്കുന്നത്. ഒരു താലീസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് പാശ്ചാത്യ തത്വചിന്തയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തെ തുടർന്ന് വേറെ ചിലരൊക്കെ വന്നിട്ടുണ്ട്. അനാക്സിമാൻഡർ, അനാക്സിമെനീസ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പൈതഗോറസ് വരുന്നുണ്ട്. പൈതഗോറസ് ഇന്ത്യ സന്ദർശിച്ച ആളാണ്, ഇവിടെ താമസിച്ച് പഠിച്ച ആളാണ്. പൈതഗോറസ് തിയറം ഒക്കെ നമുക്കറിയാമല്ലോ. അത് ഇവിടെയും ഉണ്ടായിരുന്നതാണെന്നുള്ളത് ഓർക്കണം. ഈ പൈതഗോറസ്, അത് കഴിഞ്ഞ് വേറൊരാളുണ്ടല്ലോ, ഹെറാക്ലൈറ്റസ് ഉണ്ട്, സെനോഫെനീസ്, പിന്നെ പർമെനിഡീസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇവരുടെ ഒന്നും ഏതെങ്കിലും കൃതികളുടെ പൂർണ്ണമായ ഭാഗങ്ങൾ ലഭിച്ചിട്ടില്ല. തുണ്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. പർമനഡീസിന്റെ കുറച്ചുകൂടെ ദീർഘമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തുകളിലെ തത്വചിന്തയുടെ ഭാഗങ്ങളാണ്. അതിൻ്റെ അവർക്ക് മനസ്സിലായ രീതിയിലുള്ള പരാവർത്തനമാണ് അവരുടെ കൃതികളിൽ കാണുന്നത്. അതെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കും, ഇവിടുന്ന് പോയതാണ് അതെന്ന്. മറിച്ച് എന്തുകൊണ്ട് കൂടി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ, മറിച്ച് ഇവിടെ ആ തത്വചിന്ത അപ്പോഴത്തേക്കും സ്ഥിരമാവുകയും, അവർക്ക് 6-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആധ്യാത്മിക തത്വചിന്ത അതിൻ്റെ പരിസമാപ്തിയിലാവുകയും അത് ഒരു ശാസ്ത്രമായി യുക്തിസഹമായി വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിരുന്നു പൗരാണികരായ ഋഷിമാര്. എന്നിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള, സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും പ്രചരിപ്പിക്കാനായിട്ടുള്ള പുരാണങ്ങളും അതുപോലെ തന്നെ ഇതിഹാസങ്ങളും ഒക്കെ ഇവിടെ എഴുതപ്പെട്ടിരുന്നു അതിനു മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ കാലത്തായിട്ട് എഴുതപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഈ BC 6-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവിടുന്ന് ഇങ്ങോട്ട് വന്നതല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ അനക്സഗോറസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ആള് വരെ ഇവരെല്ലാവരും യവനന്മാരാണ് നമ്മുടെ പഴയ കൃതികളിൽ ഇവരെല്ലാം പരാമർശിക്കുന്നത്. യവനന്മാരെന്ന് പറയുന്നതാണ് അവരുടെ ഭാഷയിൽ അയോണിയ എന്നൊരു ദേശത്തുള്ളവരായിരുന്നു അവർ. ഗ്രീസിൽ തന്നെ അയോണിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് കോളനി ആയിരുന്നു. ഇപ്പോഴത് അനറ്റോളിയ എന്നറിയപ്പെടുന്നതാണ്. തുർക്കിയിലാണ് അതിപ്പോൾ. ആ ഭാഗത്ത് താമസിച്ചിരുന്നവരാണ് ഈ താലീസ് മുതൽ അനക്സാഗോറസ് വരെയുള്ള 200 വർഷത്തോളം കാലം ഈ ഗ്രീക്ക് തത്വചിന്ത അവരുടെ കയ്യിലായിരുന്നു. ഈ പീരീഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇന്ത്യയിലെ ഈ തത്വചിന്ത? പൈതഗോറസ് ഇവിടെ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്കൊക്കെ അതിനു മുമ്പേ ഇന്ത്യൻ തത്വചിന്തയെക്കുറിച്ച് അറിയാം. അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ഈ അനറ്റോളിയ, അതായത് ഇന്നത്തെ അനറ്റോളിയ, നേരത്തെയുള്ള അയോണിയ ഉൾപ്പെടുന്ന ഭൂപ്രദേശം, കിഴക്കോട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം വരെയുള്ള ഒരു ഭാഗം, ഇത് പേർഷ്യൻ പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. BC 550 മുതൽ ഏകദേശം 336 വരെ ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ അന്നും വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ വിദ്യകളെല്ലാം. അതാണ് തെളിവുകൾ നമുക്ക് നൽകുന്ന സൂചന. ഇപ്പം ഇവിടെ ഈ BC 1500-1000 കാലഘട്ടത്തിൽ ലോകത്തെവിടെയും ഇവിടത്തെ പോലെ സമ്പന്നമായിട്ടുള്ള ഒരു ആധ്യാത്മിക ചിന്തയോ ബൗദ്ധിക ഔന്നത്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് വേദം സൃഷ്ടിച്ചെന്ന് പറയുന്നത്? ശുദ്ധ ഭോഷ്കാണത്. അങ്ങനെ ഞാൻ ചോദിച്ചതുപോലെ അവരെന്താണ് അതുവരെ കോഴി മുട്ടയിടാൻ മുട്ടി നിന്നതുപോലെ ഓടി വന്ന് ഇന്ത്യയിലേക്ക് തന്നെ വന്ന് ഇവിടെ മുട്ടയിടണമെന്ന് ഇത്ര താല്പര്യം എന്തായിരുന്നു അവർക്ക്? വേറെ എങ്ങോട്ടും അവർ പോകാഞ്ഞെന്ത്? വേറെ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അവർ എവിടുന്ന് വന്ന് അവിടെയെങ്കിലും അവരുടെ ഈ
പാരമ്പര്യത്തിൻ്റെ ഭൗതിക പാരമ്പര്യത്തിൻ്റെ ഒരു ശേഷിപ്പ് വേണ്ടേ? അതൊന്നും ഇപ്പോഴും കാണാനില്ല. ആ കൂടെ നമുക്ക് ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഈ ഗ്രീസിലെ തന്നെയാണ്. സോക്രട്ടീസിന്റെ കാലം വരെ വാസ്തവത്തിൽ ഗ്രീസിനും ഏതൻസിലൊന്നും തത്വചിന്ത ഇല്ലായിരുന്നു. അവർക്ക് ഈ സോഫിസം, അതുപോലെ തന്നെ ഓറക്കിൾസ്, ഇതൊക്കെയാണ് അവർക്കുണ്ടായിരുന്ന തത്വചിന്ത എന്ന് പറയുന്നത്. ഈ അനക്സഗോറസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അനക്സഗോറസ് ആണ് അയോണിയയിൽ നിന്ന് ഏതൻസിലേക്ക് തത്വചിന്ത കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് മുതലാണ് ഈ സോക്രട്ടീസ് തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പല വാചകങ്ങളും ഉപനിഷത്തുകളിൽ, പ്രത്യേകിച്ച് കേനോപനിഷത്തിലേക്ക് ഭാഗങ്ങളാണ്. നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ള രാജ്യക്കാർ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ പിന്നോക്കമായിട്ടുള്ള രീതിയിൽ ജീവിതം നയിച്ചിരുന്ന ഒരു കാലത്ത് നമ്മൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും, ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുക്തിസഹമായിട്ടുള്ള ആത്മീയ ശാസ്ത്രത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ പണ്ട് തന്നെ വളരെ സമ്പന്നമായിരുന്നു. ഈ അയോണിയക്കാര്, അതായത് യവനന്മാര്, ഇവിടെയുള്ള ആളുകൾ വിളിച്ചിരുന്നത് പ്രാകൃതർ എന്നാണ്. അവർക്ക് വിദ്യാഭ്യാസമില്ല. യവനന്മാരൊക്കെ ഇവിടെ യുദ്ധത്തിന് വന്നിട്ടുണ്ട് പടയാളികളായിട്ട്. അതിനെക്കുറിച്ചൊക്കെ മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമ്മൾ അതായത് അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ വന്നല്ല ഈ വേദങ്ങളും അതുപോലുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതിയത്. അങ്ങനെ അതിന് പ്രാപ്തരായിട്ടുള്ള ഒരു ജനവിഭാഗവും വേറെ എങ്ങും ആ കാലത്ത് ഇല്ലായിരുന്നു. പിന്നെ അവര് വന്ന് ഇതൊക്കെ എഴുതിയെന്ന് പറയുന്നത് പച്ച തെറ്റാണ്. അത് അത് ഹിന്ദുക്കളെ ഒരു അധമത്വം, അവരുടെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ ഒരു അധമത്വം വളർത്താനും അവരെ തമ്മിലടിപ്പിക്കാനും വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ഭിന്നിപ്പിച്ച് നിർത്താനും ഉള്ള ഒരടമായിരുന്നു അതെന്ന് നാം മനസ്സിലാക്കണം. അത് നാം സമ്മതിക്കരുത്. ഇത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആത്മീയ സമ്പത്തും ആത്മീയ ചിന്തയും വേദങ്ങളും എല്ലാം നമ്മുടേതാണ്, എല്ലാവരുടെയും കൂടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ല. ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരുടെയും പൈതൃകമാണത്. അതിനെ നമ്മുടെ പൈതൃകം ഏറ്റെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളത് ചെയ്യണം. വേറെ ആരെങ്കിലും ചെയ്തതാണെന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. അവരുടെ പേരിൽ ചാർത്തി കൊടുക്കുകയും ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്വത്ത് നമ്മൾ കൈയേൽക്കണം. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ ആരുടെയും പിന്നിലല്ല, എല്ലാവരുടെയും മുന്നിലാണ് എന്നൊരു ചിന്ത ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് വേണം. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്. അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യന്മാരിവിടെ വന്ന് ഒരുപാട് കറക്റ്റഡാക്കി നമ്മുടെ വേദഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതും തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റഡാക്കി എന്ന് ഇവർ പറയുന്നത് ഉപനിഷത്തുകളിലെ ചില ഉപനിഷത്ത് തത്വങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ചില പരാമർശങ്ങൾ കണ്ടിട്ടാണ്. അത് അങ്ങനെ കറക്റ്റഡ് ആക്കാൻ തക്കവണ്ണമുള്ള ഒരു വിജ്ഞാന സമ്പത്തുമായിട്ടൊന്നും ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് അതിനെ വ്യക്തമായിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു കറക്റ്റഡ് ആക്കണമെങ്കിൽ അരിക്കകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു കല്ല് അതുപോലെ തോന്നിക്കുന്ന ഒരു കല്ലെങ്കിലും വേണ്ടേ? അതുപോലുള്ള ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് കറക്റ്റഡ് ആക്കിയെന്ന് ഇവർ പറയുന്ന ചില ഉപനിഷത്ത് പഠിപ്പിക്കുന്ന ആളുകളാണ് ഈ വാദം ഉന്നയിക്കുന്നത്. കാരണം അവർ ഉപനിഷത്തിനെ വേണ്ട പോലെ സമീപിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഉപനിഷത്തുകൾ 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണെന്ന് ഞാൻ പല ആവർത്തി ഈ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഉപനിഷത്തുകളിൽ ഏറ്റവും 10 ഉപനിഷത്തുകളിൽ 7 എണ്ണവും ഈ വേദങ്ങളിലെ ഒന്നുകിൽ സംഹിത, അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങൾ, അല്ലെങ്കിൽ ആരണ്യകങ്ങൾ, ഈ ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കും. വേദങ്ങൾക്ക് 4 ഭാഗങ്ങളുണ്ടെന്നും 4ാമത്തെ ഭാഗമാണ് ഉപനിഷത്തുകളെന്നും നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. അതിൽ സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഉപനിഷത്തുണ്ട്, ഈശാവാസ്യ ഉപനിഷത്ത്, യജുർവേദ സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യജുർവേദത്തിൽ തന്നെ കൃഷ്ണ യജുർവേദത്തിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള അതിൽ നിന്ന് എടുത്തിട്ടുള്ളതുകൊണ്ട് അത് സംഹിതയിൽ നിന്നല്ല ബ്രാഹ്മണങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ബൃഹദാരണ്യക ഉപനിഷത്ത്. അത് ശതപഥ ബ്രാഹ്മണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ബ്രാഹ്മണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതും ആരണ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതും ഉപനിഷത്തുകളിൽ ഈ 2 കൃതികളും, ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും, യജ്ഞസംബന്ധമായിട്ടുള്ള
കൃതികളാണ്. അപ്പൊ യജ്ഞം എങ്ങനെ നടത്തണം, അതിന് വേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്, ഏതെല്ലാം കാര്യങ്ങൾ നടത്തണം, ഇതൊക്കെയാണ് അതിനകത്ത് വിവരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അവസാന ഭാഗങ്ങളാണ് ഉപനിഷത്തുകളായിട്ട് എടുത്തിട്ടുള്ളത്. തത്വചിന്ത പ്രധാനമായിട്ടുള്ള അവസാന ഭാഗങ്ങളുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ അവസാന അധ്യായങ്ങൾ അതിനകത്തുനിന്ന് ഈ തത്വചിന്തകൾ പ്രധാന ഭാഗങ്ങൾ മാത്രം നുള്ളിയെടുക്കുകയല്ല, ആ അധ്യായം മൊത്തമായിട്ട് ഇങ്ങ് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ബൃഹദാരണ്യോപനിഷത്ത് 6 അധ്യായമുണ്ട്. ആ 6 അധ്യായം എന്ന് പറയുന്നത് ശതപഥ ബ്രാഹ്മണത്തിലെ 6 അധ്യായങ്ങൾ, അവസാനത്തെ 6 അധ്യായങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. അതുപോലെ ഓരോ ഉപനിഷത്തുകളുടെ കാര്യത്തിലും. അപ്പൊ എന്താ പറ്റുന്നത്, ഈ ബ്രാഹ്മണത്തിന് പറ്റിയ ചില ഭാഗങ്ങൾ, അതായത് ഈ യജ്ഞ സംബന്ധമായ ചില കാര്യങ്ങൾ ഈ ഉപനിഷത്തിലും വന്ന് പെട്ടുപോകും. ആ വന്ന് പെട്ടതിനെയാണ് ഇവര് കലർപ്പ്, ഇതിനകത്ത് കറപ്റ്റഡ് ആക്കി എന്നൊക്കെ പറയുന്നത്. അത് തെറ്റാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഈ ഒരു കാര്യമുണ്ട്. അതായത് തത്വചിന്ത പ്രധാനമല്ലാത്ത കാര്യങ്ങൾ, ഭാഗങ്ങൾ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഉപനിഷത്ത് പഠിക്കാൻ. അല്ലാതെ ഇത് ആരെങ്കിലും കൊണ്ടുവന്ന് കറപ്റ്റ് ചെയ്യിച്ചതാണ്, ഇവിടെ വിഷം കലർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വെള്ളം കുടിക്കരുത് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ ഉപനിഷത്തുകളിൽ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ആചാര്യന്മാർ പോലും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ബൃഹദാരണ്യ ഉപനിഷത്തിലും ചാന്തോക്യ ഉപനിഷത്തിലും ഒക്കെ ഈ സന്തതി ഉൽപാദന പ്രക്രിയയെ, സുരതക്രിയയെ ഒരു യജ്ഞമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആചാര്യന്മാർ കണ്ടില്ലെന്നാണ് അവരത് നടിക്കുന്നത്. അവരതൊക്കെ ഉപേക്ഷിക്കുകയാണ്. അതിനൊന്നും അവർ വ്യാഖ്യാനങ്ങൾ എഴുതുകയുമില്ല. അപ്പൊ അതുപോലെ നമ്മൾ ആ ഒരു രീതി നമ്മൾ മറ്റു കാര്യങ്ങളിലും പിന്തുടരണം. തത്വചിന്താ പ്രധാനമല്ലാത്ത കാര്യങ്ങൾ അത് ഒഴിവാക്കണം. തത്വചിന്താ പ്രധാനമായിട്ടുള്ള അവിടെയാണ് കണ്ടിന്യൂറ്റി വരുന്നത്. അവിടെയാണ് അങ്ങനെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് കണ്ടിന്യൂറ്റി ഒന്നും ഇല്ലാതാകത്തില്ല. കണ്ടിന്യൂറ്റി വരുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കണം, മറ്റൊന്നും എടുക്കരുത്. അതാണ് നമ്മൾ ഒരു കോഷനാണ്. നമ്മൾ ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഒരു കോഷനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഉപനിഷത്തുകൾ പഠിക്കാൻ. അത് മനസ്സിൽ വെക്കാത്തതിൻ്റെ ദോഷമാണ് ഈ തരത്തിൽ അത് കറപ്റ്റഡാക്കി, ആര്യന്മാർ വന്ന് കറപ്റ്റഡാക്കി ഞാനത് ശരിയാക്കി എടുക്കും, അതെല്ലാം പെറുക്കി കളയും. അതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഈ അരിക്കകത്തുനിന്ന് കല്ല് പെറുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ കുറേ ജോലി അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ബൃഹദാരണ്യോപനിഷത്ത് തന്നെ ജാരന്മാരെ ഇല്ലാതാക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നല്ല പുരുഷ സന്തതി ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ഇറച്ചിക്കുട്ടി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് അതൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യജ്ഞ സംബന്ധമായിട്ടുള്ള വിവരണങ്ങളാണ്. ഇതൊന്നും തത്വചിന്താ പ്രാധാന്യമുള്ളതല്ല. അതിൻ്റെ പേരിൽ ഉപനിഷത്തിനെ കുറ്റപ്പെടുത്താനും പാടില്ല. ചില യുക്തിവാദികൾ പറയും, ഇത് കൊച്ചു പുസ്തകം പോലാണ്, നമ്മൾ വായിക്കണം, വായിച്ച് രസിക്കണം, എന്നുവെച്ചാൽ സെക്സ് ആണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. അതാണ് ഇത് ഉപനിഷത്ത് പഠിക്കുമ്പോഴുള്ള നിഷ്കർഷ അവർ പാലിക്കുന്നില്ല. അപ്പം നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വിദേശത്തുനിന്ന് ആരും വന്ന് എഴുതിയതല്ല വേദങ്ങളോ നമ്മുടെ മറ്റ് ഗ്രന്ഥങ്ങളോ. ഇത് നമ്മുടെ തന്നെ സൃഷ്ടിയാണ്, നമ്മളുടെ സ്വന്തം വകയാണ്. ഇത് ആരുടെ പേരിലും നമ്മൾ ചാർത്തി കൊടുക്കുകയില്ല. അതിനുള്ള ന്യായങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ആരെങ്കിലും കറക്റ്റഡാക്കി എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. നമ്മൾ ഈ നമ്മുടെ അനന്യമായിട്ടുള്ള വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഈ സ്വത്ത് നമ്മൾ കയ്യേൽക്കുക, നമ്മൾ അതിൻ്റെ പ്രകാശത്തിൽ നമ്മൾ മുന്നോട്ട് വരിക, അഭിമാനികളാകുക, അഭിമാനിക്കണം. നമ്മൾ ഏറ്റവും ഈ ചിന്തയുടെ കാര്യത്തിൽ, ആധ്യാത്മിക ചിന്തയുടെ കാര്യത്തിൽ ഏറ്റവും സമ്പന്നരാണെന്ന് അഭിമാനത്തോടെ ചിന്തിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.